ഹാവ് ഇറ്റ്. എങ്ങനെയുണ്ട് ചായ? കൊള്ളാം സാർ. ചായ അല്ലെങ്കിലും നല്ലൊരു എനർജി ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ളവരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നല്ലൊരു എനർജി വേണ്ടേ? എക്സ്ക്യൂസ് മീ. ആ യെസ്. അതെ, ഓക്കെ ഓക്കെ, ശരി. നല്ല വല്ല കോമഡി ആണെങ്കിൽ ഞങ്ങളും കേൾക്കട്ടെ. ഈ രേഖക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ്. രാത്രി എല്ലാ ദിവസവും ബോയിങ് കണ്ടിട്ട് ബെഡിലേക്ക് വീഴാറുള്ളൂ അല്ലേ? ഓ, അത് പറഞ്ഞപ്പോഴാ. നിങ്ങളന്ന് സിനിമ കണ്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വീട്ടിലേക്ക് എത്തി. അപ്പോ ഇടിക്കലയുടെ വീട്ടില് ഹാളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന സമയം അനുസരിച്ച് ഏകദേശം നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ് ഇടിക്കലയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും ക്യാൻ യു റിമെമ്പർ എനിത്തിങ് അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും? ഇല്ല സാർ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സാർ, ഇടിക്കല സാറിന്റെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോ മദനഗോപാൽ അങ്കിൾ അവിടെ നിപ്പുണ്ടായിരുന്നു. ഗേറ്റ് പൂട്ടാൻ വന്നാന്നാ തോന്നുന്നേ. അല്ലാതെ വേറെ ആരും സംശയിക്കത്തക്ക സാഹചര്യത്തിലൂടെ വന്നില്ല സാർ. പിന്നെ ഇടുക്കുള്ള സാറൊന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. കള്ളു മൂക്കുമ്പോ എന്തെങ്കിലും ഉടക്കോ മറ്റോ? ഇറ്റ്സ് എ പോയിന്റ് അല്ല രേഖ? ചാൻസസ് ആർ ദേർ. പലയിടത്തും നടക്കുന്ന ക്രൈമിന് കാരണം മദ്യമാണല്ലോ. ആ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട്? ആ മേഡർ നടന്ന വീടായതുകൊണ്ടാണ് പെട്ടെന്ന് മാറാൻ ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അറിയാം സാർ. ആ, ഓക്കെ. ഇതുപോലെ ഇനിയും വെളുപ്പിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല മേഡം. അപ്പൊ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു, കാണാം. ഓക്കെ സാർ, ബൈ. ശരി സാർ. താങ്ക്സ് ഫോർ ദ കോപ്പറേഷൻ. സ്പെഷ്യൽ കാന്താരി ചിക്കൻ. ബാക്കി ഞങ്ങൾക്കൂടെ വെച്ചേക്കണേ സാറേ. സാറേ, ഉപ്പുമുളിയെ കറക്റ്റാ. ദേ, എന്റെ ഭാര്യ ഇതുകൊണ്ട് പറയല്ല, പാചകത്തില് അവള് നളനെ തോപ്പിക്കും. അതല്ല എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. സാർ, ആ ബാലസ്റ്റിക് എക്സ്പെർട്ട് വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറ. ശരി സാർ. എങ്ങനെയുണ്ട്? ഉഗ്രനല്ലേ? സൂപ്പർ. സാർ, ഇതാണ് ഇടിക്കുള്ള സാറിന്റെ പിസ്റ്റൾ. 9mm 1A റേഞ്ചിൽപ്പെട്ട സെമി ഓട്ടോമാറ്റിക് വെപ്പണാണിത്. IDF കമ്പനിയുടെ മേക്ക്. ഇടിക്കുള്ള സാറിന്റെ ഡെഡ് ബോഡിക്ക് അടുത്ത് നീട്ടിയ ഈ പിസ്റ്റൾ ഫുൾ ലോഡഡ് ആയിരുന്നു. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ജീവയുടെ കയ്യിൽ നിന്നും പോലീസ് ക്യാപ്ചർ ചെയ്തത് ഒരു 9mm പിസ്റ്റളാണ്. അതിൽ നിന്നും ഗൺ ഫയറിംഗ് നടന്നിട്ടില്ല. ഇടിക്കുള്ള സാറിന്റെ നെഞ്ചിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റാണിത്. ബ്രൗണിംഗ് എന്ന കമ്പനിയുടെ പിസ്റ്റളിൽ മാത്രം യൂസ് ചെയ്യാറുള്ള 9mm റേഞ്ചിലുള്ള ബുള്ളറ്റാണിത്. നെഞ്ചിൻ്റെ ആൾമോസ്റ്റ് മിഡിലായിട്ട് ഒരൊറ്റ ഷാർപ്പ് ഷോട്ട്. ഈ ബുള്ളറ്റ് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തത്. പിന്നെ മറ്റൊരു ബുള്ളറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. സെയിം 9mm ബുള്ളറ്റ്. അത് ഉന്നം തെറ്റി ഫ്ലവർ വേസിലാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സയന്റിഫിക് ഒപ്പീനിയൻ അനുസരിച്ച് ഈ ബ്രൗണിംഗ് കമ്പനിയുടെ പിസ്റ്റൾ ഉപയോഗിച്ച ആൾ തന്നെയാണ് കില്ലർ. എക്സാക്ട്ലി. ഓരോ ഫയറിങ്ങിന് ശേഷവും ബുള്ളറ്റിൽ ഉണ്ടാകുന്ന മാർക്കിങ്ങിനെ ബേസ് ചെയ്താണ് ക്രൈമിൽ ഉപയോഗിച്ച വെപ്പൺ ഏത് കമ്പനിയുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. റൈഫിളിംഗ് എന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കാറ്. സാർ, ഈ മുറിവ് കണ്ടോ? തോക്കിൽ നിന്നും വളരെ ഷാർപ്പായി പായുന്ന വെടിയുണ്ട നെഞ്ചിൽ തുളച്ചു കയറുമ്പോഴുള്ള എൻട്രി വൂണ്ടാണത്. ഈ മുറിവിൻ്റെ വ്യാസവും ബുള്ളറ്റിൻ്റെ ഡയമീറ്ററും ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇൻ ദിസ് കേസ് ആൾസോ ഇറ്റ് ഈസ് സെയിം. ക്യാൻ യു എക്സ്പ്ലെയിൻ? യെസ്. അതായത് ഗണ്ണിൽ നിന്നും ഒരു ബുള്ളറ്റ് പായുമ്പോൾ അതിനൊപ്പം ചില ഒബ്ജക്ട്സ് കൂടി സ്പ്രെഡാകും. ഫ്ലെയിംസ്, ഫ്യൂംസ്, കാർബൺ മോണോക്സൈഡ്, പിന്നെ പെപ്പറിങ്. ഈ പെപ്പറിങ് എന്ന് വെച്ചാൽ കത്താത്ത വെടിമരുന്ന് തരികളില്ലേ, അതാണ്. ഇതിനെ ഫയർ എഫക്ട്സ് എന്നാ പറയുക. ഇത് എൻട്രി വൂണ്ടിന് ചുറ്റും ഒരു പ്രത്യേക വല ഉണ്ടാക്കും. ജസ്റ്റ് ലൈക്ക് എ ഹാലോ. ദേ കണ്ടില്ലേ? ഗൺ ഷോട്ടിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഹാലോ ഉണ്ടാകുന്നത്. ഈ ബുള്ളറ്റ് തോക്കിൻ്റെ കുഴലിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ബുള്ളറ്റിൻ്റെ പുറത്തൊരു ഗ്രീസ് ഉണ്ടാകും. ഇത് എൻട്രി വൂണ്ടിന് ചുറ്റും ഒരു സർക്കിൾ ഉണ്ടാക്കും. ഇതിനെ ഗ്രീസ് കോളർ എന്നാണ് പറയാറ്. ബുള്ളറ്റ് ബോഡി സ്ട്രോങ് ആയി ടച്ച് ചെയ്യുമ്പോൾ സ്കിന്നിൽ സ്ക്രാച്ച് ഉണ്ടാകും. ഇതിലൂടെയാണ് ബുള്ളറ്റ് തുളച്ചു കയറുന്നത്. ഇതിനെ അബ്രേഷൻ കോളർ എന്നാണ് പറയാറ്. അപ്പോൾ ഒരു ഡൗട്ട്, ഈ എത്ര ദൂരത്ത് നിന്ന് വെടിവെച്ചാലും ഇതൊക്കെ ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി. എത്ര ദൂരം നിന്ന് വെടിവെച്ചാലും ഗ്രീസ് കോളറും അബ്രേഷൻ കോളറും എൻട്രി വൂണ്ടിന് ചുറ്റുമുണ്ടാകും.
സർ അപ്പൊ ഈ കേസിലോ? ഐ ആം കമ്മിങ് ടു ദാറ്റ്. ഗൺ ഫയറിങ്ങിന്റെ ഡിസ്റ്റൻസ് 3 ഇഞ്ചിനകത്താണെങ്കിൽ തോക്കിന്റെ എഡ്ജിൽ നിന്നുള്ള ഫ്ലെയിംസ് എൻട്രി വൂണിന് ചുറ്റും ബേണിംഗ് ഉണ്ടാക്കും. ഇനി ആ ഡിസ്റ്റൻസ് 6 ഇഞ്ചിനകത്താണെങ്കിൽ ഗണ്ണിൽ നിന്നുള്ള ഫ്യൂംസ് ഈ മുറിവിന് ചുറ്റും എ കൈൻഡ് ഓഫ് ബ്ലാക്കനിങ് എന്ന് വെച്ചാൽ ഒരു കറുത്ത വലയം സൃഷ്ടിക്കും. സർ ആ വലയം ഈ വൂണ്ടിലും ഉണ്ടല്ലോ. യെസ്. ഈ വൂണ്ടിൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇത് ഗ്രീസ് കോളറും അബ്രേഷൻ കോളറും ബേണിങ്ങും ബ്ലാക്കനിങ്ങും ഉണ്ട്. പിന്നെ പെപ്പറിങ്ങും. സോ കൺസിഡറിങ് ഓൾ ദിസ് ആസ്പെക്ട്സ്, ഇടിക്കുള്ള സാറിനെ ആ കില്ലർ വെടിവെച്ചിരിക്കുന്നത് 7.5 ഇഞ്ചിൽ താഴെയുള്ള അകലത്തിൽ നിന്ന് മാത്രമാണ്. ക്ലോസ് റേഞ്ചിലെ ആ ഒറ്റ ഷോട്ടിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും സ്പോട്ട് ഡെത്ത് ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുള്ളത്. ഈ മരണത്തിന് മുൻപ് ഒരു സ്ട്രഗിൾ നടന്നതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹിന്റ് ചെയ്യുന്നുണ്ട്. അതും ഈ സയന്റിഫിക് എവിഡൻസുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഒരു സൂസൈഡ് അറ്റംപ്റ്റിനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. നെവർ സാർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പുള്ളിയുടെ ഗണ്ണിൽ തന്നെ ആവാമായിരുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സർ അപ്പൊ ഇതൊരു പ്രൊഫഷണൽ കില്ലർ ആണല്ലേ? യെസ്, എക്സാക്ട്ലി. ജസ്റ്റ് എ മിനിറ്റ്. സാർ, ഈ എൻട്രി വൂണ്ടിൻ്റെ ക്യാരക്ടറും ഗൺ ഫയറിങ്ങിൻ്റെ ആംഗിളും വെച്ച് നോക്കുമ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ലെഫ്റ്റ് ഹാൻഡർ. വി ആർ റെഡി സർ. രേഖ റെഡിയല്ലേ? ആ സർ. റോക്കി, നിന്റെ വില്ലനെ തോപ്പിക്കാൻ പറ്റിയ ചാൻസ് ആണ്. സർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യ്. ക്ലോസ് റേഞ്ച് ഷോട്ട് എടുക്ക്. ഇവന്റെ അമ്മ പറഞ്ഞ കറക്റ്റാ. ഇവനൊരു കാക്കനെ കല്ലെറിയാൻ പോലും പറ്റൂല. അത് മാത്രമല്ല സർ, ഇവൻ പറയുന്നത് ശരിയാണെങ്കിൽ എൻട്രി ഉണ്ട് ഡിഫറെന്റ് ആയിരിക്കണം. ഓൾസോ സർ ഹീസ് റൈറ്റ് ഹാൻഡഡ്. യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. ഹീസ് റൈറ്റ് ഹാൻഡ്. ശരത്തെ, സർ ഇവനെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്. 5 ഇഞ്ച് നീളം വരും ആ സ്പേസ്. വീതി എത്ര തന്നെ? സർ ഇത് ഇടുക്കളയുടെ അലമാരയിൽ നിന്ന് കിട്ടിയതാ. ആ പേപ്പറിൽ ബാസിന്ന് എഴുതിയിട്ടുമുണ്ട്. എത്രയുണ്ട്? അത് 50 ഉണ്ട്. വേറെ വല്ല ക്യാഷ് ഉണ്ടോ? ഇല്ല ഇല്ല, ഞാൻ തറവായിട്ട് ചെക്ക് ചെയ്തു. വേറെ ഒന്നും. ഓക്കെ. സർ ഒരു വൈറ്റൽ എവിഡൻസും കൂടെ ഉണ്ട്. ആ CCTV ക്യാമറ ഇടിമിന്നലിൽ ചെയ്തതല്ല, അതിന്റെ കേബിൾ ആരോ കട്ട് ചെയ്തേക്കുന്നേ. അപ്പോൾ ഇറ്റ്സ് എ പ്ലാൻ മർഡർ. യെസ് സർ. കില്ലർ അതിബുദ്ധിമാനാണ്. രേഖ ഒരു കാര്യം ചെയ്യും, ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തേര്. ഇതുപോലെ വേറെ വല്ല എവിഡൻസ് കിട്ടിയാലോ? ഓക്കെ സർ.